നമസ്കാരം ഗുരുജി. നമസ്കാരം. അപ്പോ ഇന്നത്തെ ചോദ്യം, പൂണൂല് പറഞ്ഞാൽ എന്താണ്? പൂണൂല് ഇടുന്നതുകൊണ്ട് ഒരു മനുഷ്യന് എന്തൊക്കെയാണ് ഗുണങ്ങൾ? അതിട്ട് കഴിഞ്ഞാൽ വല്ല മനുഷ്യന് വല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ ചോദ്യം. വളരെ നല്ല ചോദ്യം. പൂണൂല് നമ്മൾ പല ജനയു എന്ന് പറയും സംസ്കൃതത്തില്. പിന്നെ നമ്മൾ പൂണൽ, പല സെക്രട്ട് ത്രെഡ്, ഇങ്ങനെ ഇതിന് പല പേരുകളുണ്ട്. നമ്മൾ സൗത്തിൽ പറയുന്നത് പൂണൂൽ എന്നാണ്. തമിഴിൽ പൂണൽ എന്ന് പറയും, നമ്മൾ പൂണൂൽ എന്ന് പറയും. അപ്പം ഇത് ആദ്യകാലം മുതലേ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ സൃഷ്ടിയുടെ തുടക്കം മുതൽ, നമ്മൾ ചരിത്രം കുറച്ച് പിറകോട്ട് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം മുതൽ ഈ പൂണൂല് എന്താണെന്ന് വെച്ചാൽ ഇതിന് തന്നെ ഒരു ഡെഫിനിഷനുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് പൂണൂൽ ഇടുന്നതെന്ന്, ചുമ്മാ അറിയാൻ വേണ്ടിയിട്ട്. പലർക്കും ശരിയായിട്ടുള്ള ആൻസറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പലരുടെ കയ്യിൽ നിന്നും. അപ്പോൾ എനിക്ക് കിട്ടിയ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൂണൂൽ എന്ന് പറയുന്നത് അംബിലിക്കൽ കോഡാണ്. നമ്മൾ അതായത് സൃഷ്ടികർത്താവ്, നമ്മുടെ ഇതിൽ ബ്രഹ്മാവെന്ന് പറയും. ബ്രഹ്മാവിൽ നിന്ന് ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയാണ് മനു ശത്രുപ. മനുവിനെ സൃഷ്ടിക്കുന്നു, ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു. ദൈവത്തിന് സൃഷ്ടി നടത്തണമെങ്കിൽ ആണും പെണ്ണും ആവശ്യമില്ല. എന്നാൽ നമുക്ക് മനുഷ്യനെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യം ഒരു മനുഷ്യനെയും സ്ത്രീയെ സൃഷ്ടിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ മനുഷ്യരിൽ, ആ പുരുഷനും സ്ത്രീയിൽ നിന്നാണ് ബാക്കിയുള്ള പ്രജകളെല്ലാം ഉണ്ടായത്. ഇതൊരു ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഇപ്പം നമുക്കൊരു കുട്ടി ഉണ്ടായാലേ, ആ കുട്ടി ഉണ്ടായാൽ അത് ശരിയായിട്ടും പറഞ്ഞാൽ അച്ഛൻ്റെ ബീജം അമ്മയുടെ നമ്മൾ ഇതിൽ ഉദരത്തിൽ ഉള്ള അണ്ടത്തിൽ പ്രവേശിച്ച് പ്രജ ഉണ്ടാവുന്നു. ഇതാണല്ലോ സയൻസും പറയുന്നത്. ആ പ്രജ, ആ കുഞ്ഞ് വെളിയിൽ വരുമ്പോൾ ഒരു അംബിലിക്കൽ കോഡുമായിട്ടാണ്, പൊക്കിൾ കൊടിയുമായിട്ടാണ് വരുന്നത്. അത് മുറിച്ചിട്ടാണ് ഈ പ്രജ അല്ലെങ്കിൽ ഈ കുട്ടി ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുന്നത്. അതുവരെ ഇൻഡിവിജ്വൽ അല്ല, അതുവരെ ഇങ്ങനെ കിടക്കുകയാണ്. ആ അംബിലിക്കൽ കോഡ് അതിൽ വലഞ്ഞ് കെട്ടിക്കുറുക്കി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു അംബിലിക്കൽ കോഡാണ് ശരിയായിട്ടും പറഞ്ഞാൽ പൂണൂൽ. അതിൻ്റെ ഡെഫിനിഷൻ അതാണ്. അത് നമ്മുടെ ക്രിയേറ്റർ ഗോഡിൽ നിന്ന് ആദ്യത്തെ പുരുഷൻ, സ്ത്രീ, പുരുഷനിൽ നിന്ന് വന്ന് സ്ത്രീയിൽ വന്ന് കുഞ്ഞിൽ വന്ന് അത് അംബിലിക്കൽ കോഡ് മുറിച്ച് വ്യത്യസ്തമാകും. ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പൂണൂൽ ഇടണ്ടുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് കിട്ടിയ അറിവ് അതുതന്നെയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ധരിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റർ ഗോഡിനെ, പരമാത്മാവിനെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു ഇതിട്ട് കഴിയുമ്പോൾ. അപ്പം നമുക്ക് ഞാനെന്നുള്ള അഹങ്കാരം അവിടെ തീരുകയാണ്. നമുക്ക് ഒരു ശക്തിയുണ്ട്. ആ ശക്തി മുഖേനയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് പലപ്പോഴും അഹങ്കാരമാണ്. അവനറിയാതെ തന്നെ അഹങ്കാരം ഉള്ളിൽ ജനിക്കുകയാണ്. എല്ലാം എനിക്ക് ചെയ്യാം. നമ്മൾ മനുഷ്യൻ ഞാനങ്ങനെ പറയാറുണ്ട്, മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത പലതും മനുഷ്യന് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും ചെയ്യാം. നമുക്കത് ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലെടുത്താൽ അങ്ങനെയും എടുക്കാം. അതല്ല, ഒരു പൂണൂലൊക്കെ ഇട്ട് ധരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഇത് ഞാനല്ല ചെയ്യുന്നത്, എനിക്ക് മുകളിലൊരു ശക്തിയുണ്ട്, ഞാനൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരമില്ലാതെയാകും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യവും അതുതന്നെയാണ്. നമ്മുടെ അഹങ്കാരം, ആ ഞാനെന്ന ഭാവം, അത് അങ്ങില്ലാതെ വരണം. ഞാൻ പരമാത്മാവിൻ്റെ അംശമാണെന്നും അതിനാണല്ലോ നമ്മൾ ബ്രഹ്മലോകത്ത് നമ്മുടെ അമ്പലത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ചിലർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്, അഹം ബ്രഹ്മ, ഞാൻ ഗോഡാണ്, ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ ഭാഗമാണ്. അതാണ്, ഞാൻ ഒരിക്കലും ദൈവമാകാൻ പറ്റില്ല. അതായത് കടലിൽ നിന്നുള്ള ഒരു തുള്ളി ജലം എങ്ങനെയോ അതുപോലെയാണ് നമ്മൾ, നമ്മുടെ ഇവിടുത്തെ ഭാവം അങ്ങനെയാണ്. അപ്പോൾ ഈ പൂണുനൂലിട്ടാൽ ഇതൊക്കെയാണ് പ്രയോജനം. ഈ അറിവ് നമ്മളിൽ വരും. അപ്പം ആദ്യകാലം മുതൽ പൂണുനൂൽ അണിഞ്ഞിരുന്നു എല്ലാവരും. സ്ത്രീ പുരുഷ ഭേദമന്യേ
പൂണൂൽ അണിഞ്ഞിരുന്നു. അത് ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അത് ശരി. ഇതറി പക്ഷെങ്കിൽ നമ്മുടെ വാമനാവതാരത്തോടു കൂടി അതെല്ലാം നിലച്ചു. വാമനാവതാരം നമ്മൾ പറയത്തില്ല, വേദകാലം തുടങ്ങിയത് വാമനാവതാരം മുതലാണ്. അതിന് മുമ്പ് വരെ, വേദകാലത്തിന് മുമ്പെന്നാണ് നമ്മൾ പറയുക. നമ്മളിവിടെ പറയുന്ന അറിവ്, വേദം എന്ന് പറഞ്ഞ അറിവ് കാലം എന്ന് പറയുന്നത് വാമനാവതാരം മുതലാണ് നമ്മളിവിടെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒക്കെ അവിടെ അറിവ് നശിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അറിവ് നശിക്കുന്നു, അഹങ്കാരം വളരുന്നു, ഫ്രോഡ്, ചതിവ്, വഞ്ചനയെല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണ്, വാമനാവതാരത്തിലൂടെയാണ്. വാമനൻ തന്നെ ചതിവനും വഞ്ചനവുമാണെന്ന് എല്ലാവർക്കും അറിയാം. കഥ അങ്ങനെയാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്ന് താരാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, അതൊക്കെ ഒന്ന് മാറ്റി നമുക്കൊരു നല്ല, നമ്മുടെ ആദ്യകാലത്തിലോട്ട് നമുക്ക് പോകണം, സത്യയുഗത്തിലോട്ട് നമുക്ക് പോകണം. സത്യയുഗം എന്ന് പറഞ്ഞാൽ അവിടെ സത്യവും ധർമ്മവും ഒക്കെ മാത്രമേ ഉള്ളൂ. അധർമ്മമില്ല, അസത്യമില്ല, എള്ളോളമില്ല പൊളിവചനം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കിനിയും ആ കാലം വീണ്ടെടുക്കണം. അപ്പം അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും പൂണൂൽ ധരിക്കണം. നമ്മുടെ ഭാരതയാത്രയിൽ 95 ദിവസത്തെ യാത്രയിൽ നമ്മൾ സമൂഹ ഉപനയനം നടത്തി. ആരൊക്കെ വന്നോ അവർക്കെല്ലാം പൂണൂൽ, ബ്രഹ്മദേവൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ പൂണൂൽ അണിഞ്ഞു കൊടുത്തു. അവർ പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. അവർക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, ഭേദമില്ല. ആര് വന്നാലും പൂണൂൽ കൊടുക്കുകയും ധരിക്കുകയും ചെയ്യാം. ഞാൻ നമ്മുടെ ക്ഷേത്രം ബ്രഹ്മലോകത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അവിടെ വന്നാൽ അവിടെ ബ്രഹ്മദേവൻ്റെ സന്നിധിയിൽ വെച്ച് പൂണൂൽ ധരിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സന്തോഷം.